ഹലോ, സോൾട്ട് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു റീപോർട്ടിംഗ് വീഡിയോ ആണേ. നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ഇതാണ്. ഇതിൻ്റെ പേര് നിക്കോഡിയ അല്ലെങ്കിൽ ടെക്സസ് ഏജ് അങ്ങനെയാണ് ഇതിനെ പറയുന്നത്. ഞങ്ങൾ ഒരു നഴ്സറി പോയപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് കണ്ട ഒരു പ്ലാന്റാണേ. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് കേൾക്കുന്നതിന് ഇതാണ് അതിൻ്റെ പൂ ഉണ്ടായിരുന്നല്ല വാടിപ്പോയി നിറച്ച് പൂവാകുന്ന ചെടിയാണ്. ഇതിൻ്റെ ലീഫെന്ന് പറയുന്നത് ഒരുമാതിരി നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വെൽവെറ്റെ പിടിക്കുന്ന മാതിരി അങ്ങനത്തെ ലീഫാണ് ഇതിനുള്ളത്. നമുക്കപ്പോൾ ഇതിൻ്റെ റീപോർട്ടിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഈ ചെടി നടാനായിട്ട് എടുക്കുന്നത് ഇത്രയേ ഉള്ളൊരു ചട്ടിയാണ്. ഇതൊരു 3 മുതൽ 5 അടി വരെ വളരുമെന്നാണ് പറയുന്നത്. നമ്മളിതിന് പോട്ടിംഗ് മിക്സ്ചറായിട്ട് എടുത്തേക്കുന്നത് മണ്ണും മണലും ചേർന്ന ഒരു മിശ്രിതമാണ്. കാരണം ഈ ചെടി എന്ന് പറയുന്നത് മരുഭൂമിയിൽ വളരുന്നതാണ്. അതിലപ്പോൾ വെള്ളം തങ്ങി നിന്നാൽ ചീഞ്ഞു പോവും. അതുകൊണ്ട് മണൽ കൂടുതലുള്ള മിക്സർ എടുക്കുക. അതിൻ്റെ കൂടെ ചാണകപ്പൊടിയും പിന്നെ വളത്തിന് കുറച്ച് എല്ലുപൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചെടി എന്ന് പറയുന്നത് മഴക്കാലത്ത് നിറച്ച് പൂവുണ്ടാവുമെന്നാണ് പറയുന്നത്. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പുഷ്പിക്കുന്നത്. മരുഭൂമിയിലെ ചെടിയാണെങ്കിൽ പോലും ഇല കാണാത്ത പോലെ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. നമുക്ക് നമ്മുടെ ഈ ചട്ടിയിൽ ആദ്യം കരിയില ഇട്ട് നിറയ്ക്കാമേ. കരിയില ഇട്ടാൽ ഇതരിഞ്ഞ വളവും അതുപോലെ നമുക്കൊന്ന് എടുത്തുകൊണ്ട് മാറ്റി വെക്കാം. വേറെ ഒരാളല്ല നമുക്ക് സഹായത്തിനാണ്. അതൊക്കെ നമുക്ക് തന്നെ എടുത്ത് സിമെൻറ്റ് പോട്ട് ആയതുകൊണ്ട് ഇച്ചിരി പ്രയാസമാണ് എടുത്തൊന്ന് നടക്കാൻ. അതിൻ്റെ ബാക്കി മണ്ണ് ഇട്ട് വെക്കാം. പൊങ്ങി നിൽക്കുന്ന കാര്യമാക്കുന്നത് വെള്ളം ഒഴിച്ച് മണ്ണും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞ് നന്നായി പൊടിഞ്ഞ് താങ്ങുള്ളൂ. മണ്ണുമായിട്ടൊക്കെ അങ്ങ് യോജിച്ചു. നമുക്ക് പോട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്തിട്ട് ചെടി വെക്കാം. നമുക്ക് ഈ ചെടി മഴക്കാലത്താണ് കൂടുതൽ പൂക്കുന്നതെങ്കിലും നല്ല രീതിയിൽ സൺലൈറ്റ് വേണ്ടുന്ന ചെടിയാണ്. അതേപോലെ ഒരുപാട് വെള്ളം വീഴുന്നിടത്ത് നടാതിരിക്കുക. പിന്നെ മണ്ണിൽ വേണമെങ്കിൽ നടാൻ കുഴപ്പമില്ല, പക്ഷെ നടുന്നിടത്ത് അധികം വെള്ളം വീഴരുത്. പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഡാമേജ് ഒന്നും പറ്റാതെ വേണം പൊട്ടിച്ചെടുക്കാൻ. കടിയിലെ കുറച്ച് മണ്ണ് അങ്ങ് മാറ്റാം. വേരൊന്നും പൊട്ടാതെ വേണം ഈ മണ്ണ് മാറ്റി കൊടുക്കാൻ. നമുക്ക് വെച്ച് കൊടുക്കാം. കട്ട കുത്തിയിരിക്കുന്ന മണ്ണല്ല, കാണുമ്പോൾ തന്നെ കാണാതെ തന്നെ ഇതുപോലുള്ള മണ്ണാണ്. വെള്ളം നമ്മൾ അത് ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇത് നിൽക്കാതെ അങ്ങ് വാർന്ന് വയ്ക്കുള്ളൂ. വെള്ളം നിൽക്കുമ്പോൾ ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്യും ചെടി. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി സാഫ് കൂടെ കലക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നിങ്ങളിപ്പം മഴയില്ലാത്ത ടൈമിന് വെള്ളം ഒഴിക്കേണ്ടത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. അടീനം ചെടി ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനും ഇതുപോലൊക്കെ തന്നെയാണ്. സൺലൈറ്റ് നല്ലപോലെ വേണം, എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അതുപോലത്തെ ഒരു പ്ലാന്റാണ്, മരുഭൂമിയിലാണല്ലോ അതും. നമുക്കിനി ഇത് ചീഞ്ഞു പോകാതിരിക്കാൻ സാഫ് സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കാം. സാഫ് ഇല്ലെങ്കിൽ സൂഡോമോണസ് കലക്കി ഒഴിച്ചാലും മതിയേ. ചെടിയൊക്കെ ഒത്തിരി ഉള്ളവരെ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത് എന്തുകൊണ്ടും നല്ല. ഇനി മഴക്കാലമൊക്കെ വരുമ്പോഴേ നമുക്ക് അത്യാവശ്യം ഇത് കണ്ട ഇതെല്ലാം ഒഴിച്ചതെല്ലാം വാർന്നുകൊണ്ടോ അതുപോലത്തെ മണ്ണാണ് നോക്കിയാൽ പോട്ടി മിക്സ് ഒഴിച്ചുടനെ പോയി. ഒഴിച്ചതെല്ലാം പോയി കണ്ടോ. നമുക്കിനി വെള്ളം പിടിച്ചിട്ടിരിക്കാം. ഈ ചെടി ഇനി ഒരാഴ്ച നമ്മൾ ഷെയ്ഡിൽ വെച്ചിട്ട് വളർത്തും. അത് കഴിഞ്ഞിട്ടേ പുറത്തോടെ എടുക്കത്തുള്ളൂ. എല്ലാ ചെടിയും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ ചെടി
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫോട്ടോ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും. അടുത്തുള്ള നഴ്സറിയിൽ ചെന്ന് ചോദിച്ചു നോക്കുക, കിട്ടുവാണ് ഉറപ്പായിട്ടും വാങ്ങിച്ച് നടുക. ഈ ചെടി ഞങ്ങൾ വാങ്ങിച്ചപ്പോൾ 100 രൂപയ്ക്കാണ് വാങ്ങിയത്. ബാക്കി നഴ്സറീസിലൊക്കെ എത്ര ആകും എന്നറിയില്ല. 100 രൂപയായിരുന്നു ഈ പ്ലാന്റിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.